ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ചെന്നൈ വിശേഷമാണ്. നമ്മൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കാട്ട്പാടിൽ നിന്ന് ചെന്നൈ ട്രെയിൻ കയറി ചെന്നൈ സെൻട്രലിൽ ചെന്നിറങ്ങി. അവിടെ ചെന്ന് ഓട്ടോയൊക്കെ തിരക്കി. നമ്മൾ ആദ്യം കപിലീശ്വര ടെമ്പിളിലായിരുന്നു പോയത്. അപ്പോൾ അവിടെ ഓട്ടോ തിരക്കിയപ്പോൾ ഓട്ടോ ചേട്ടന്മാർ ഭയങ്കര പൈസ ചോദിച്ചു. അപ്പോൾ നമ്മൾ ബസ്സിൽ ചോദിച്ചപ്പോൾ ബസ് ചേട്ടന്മാർ പറഞ്ഞു 30 രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ ബസ്സിൽ കയറി കുറേ നേരം ഇങ്ങനെ ചെന്നൈ ഇങ്ങനെ ചുറ്റി കറങ്ങി ഒരു ഗ്രാമം പോലെ ഒരു സ്ഥലത്തോട്ട് പോയി. അങ്ങനെ കുറേ നേരം ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് പോയി നമുക്ക് സ്ഥലം അറിയാത്തതുകൊണ്ട് സ്ഥലം നമുക്ക് തെറ്റിപ്പോയി. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ആ ബസ് ചേട്ടൻ നമ്മളെ കുറച്ച് അപ്പുറത്തോണ്ട് ഇറക്കിയിട്ട് പിന്നെ അവിടെ നടന്നു പോയപ്പോൾ കാണാൻ ഐസാപ്പിൾ, അതായത് നൊങ്കെന്നതിന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാറുന്നത്, പക്ഷെ കൊള്ളായിരുന്നു. അങ്ങനെ ഈ ചേച്ചി നമുക്ക് നല്ല കഷ്ണമൊക്കെ നോക്കി എടുത്തിട്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിച്ചു. നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ആദ്യം നേരെയൊന്നും ഇതായിരുന്നു കഴിച്ചത്. പിന്നെ നമ്മൾ നടന്ന് നേരെ അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് അവിടെ ഫ്രണ്ടിൽ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്കൊരു മണ്ഡപമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ അഖിലായിരുന്നു വന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. നല്ലൊരു അമ്പലം, AC ഒക്കെ ഉള്ളൊരു അമ്പലമായിരുന്നു. പിന്നെ ഇവൻ്റെ ചളിയൊക്കെ ഉള്ളത് കൊണ്ട് കുറേ നേരം ബോറൊന്നും അടിച്ചില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു ഇവൻ. അങ്ങനെ കുറേ നേരം നടന്നു ഒരു കുളിസിയും കണ്ട് അത് അവൻ എൻ്റെ ഫോട്ടോ എടുത്തോട്ട് കാണിച്ച് കുറേ അരയന്നങ്ങളൊക്കെ കുളിക്കുന്നു. അതായിട്ട് നമ്മൾ നേരെ ചെന്നത് ഒരു ഹോട്ടൽ കണ്ടു. അപ്പം നമ്മൾ അവിടെ കയറി കഴിച്ച് നേരെ സിറ്റി സെൻറ്റർ വന്നു. അപ്പം അമ്മയും ചേച്ചി അവിടെ വന്നായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എന്തോ പരിപാടി നടക്കുമായിരുന്നു. കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ എന്തോ നോക്കി ഇന്ന് നേരെ പോയി ഐസ്ക്രീം മേടിച്ചു. എന്നിട്ട് അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഐസ്ക്രീമും ഒക്കെ തിന്നിരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ കയറി കളിച്ചു. ഒരു മിഠായി മേടിച്ചു തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ വീഴ്ത്തൂന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ അവിടെ എന്തൊക്കെയോ ഒന്ന് കോപ്രായം കാണിച്ചത്. അതുകൊണ്ട് ഞങ്ങളൊരു ഷേക്ക് കുടിക്കാൻ പോയി. അമ്മ വെറൈറ്റി ആയിക്കോളെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്കൊക്കെ പറഞ്ഞു. പക്ഷെ അത് വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ബസ് തപ്പി കുറേ ദൂരം നടന്നു. അവിടെ ഒന്നും ബസ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ കുറേ നേരം നടന്ന് നമുക്ക് ലാസ്റ്റ് ഒരു ബസ് കിട്ടി. അങ്ങനെ നമ്മൾ നേരെ പോയത് വള്ളുവർ കോട്ടയിലോട്ടായിരുന്നു. ഇതാണ് ഗൈസ് വള്ളുവർ കോട്ടയം. ആദ്യം ഞാൻ വിചാരിച്ചൊരു ഫ്ലോപ്പ് ആയിരിക്കും, കൊള്ളത്തൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ല രസമായിരുന്നു. അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഫുൾ ഇങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ സ്പടികമൊക്കെ തൂക്കിയിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ അവിടെ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് നേരെ മേളത്ത് നിലപ്പി. അവിടെ ഫുൾ ഡിഫറെൻ്റ് ആയിരുന്നു. ഇങ്ങനെ വേറൊരു സ്ഥലം പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ അടുത്താണെന്ന് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇടയ്ക്കിടയ്ക്ക് പ്ലെയിൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ പ്ലെയിനൊക്കെ പോകുന്ന കുറേ വീഡിയോ ഒക്കെ എടുത്ത് അതുകൊണ്ട് നമ്മൾ നേരെ അകത്ത് എന്താ ഈ ഇരിക്കുന്ന പുള്ളിക്കാരനാണ് വള്ളുവർ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ 2 കുഞ്ഞു പിള്ളേരെയൊക്കെ ഉണ്ട്. പിന്നെ വെളിയിൽ വന്നപ്പോഴത്തേനും നല്ല കാറ്റുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ കുറച്ചൊരു ഇരുന്നിട്ട് പോകുന്ന വിചാരിച്ച് എല്ലാവരുടെ ആളുണ്ട്. അങ്ങനെ ഞാനും അവിടെ ഇരുന്നു. അതുകഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ മെയിൻ എൻട്രൻസ് വഴി അല്ലായിരുന്നു കയറിയത്, ബാക്കിൽ കൂടെ ആയിരുന്നു. എന്താണ് ഇതാണ് മെയിൻ എൻട്രൻസ്. അതുവഴി നമ്മൾ ഇറങ്ങിപ്പോയി. പിന്നെ ബസ്സൊക്കെ തപ്പി നേരെ നമ്മൾ മറീന ബീച്ചിലോട്ടാണ് അടുത്ത പോയത്. സന്ധ്യയൊക്കെ ആയപ്പോൾ നമ്മൾ ബീച്ചിൽ എത്തി. നമ്മൾ വിചാരിച്ച് സൂര്യൻ കടലിൽ താഴ്ന്നേക്ക് കാണാമെന്ന് വെച്ചാൽ സൂര്യൻ അപ്പുറ സൈഡിലായിരുന്നു താന്നത്. പിന്നെ